ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയൊരു കലണ്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി യൂസേജസ് ഉണ്ട്. അതിലൊരു 3 യൂസേജ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സാധാരണയായിട്ട് നമ്മളൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള കലണ്ടർ വലിച്ചെറിയുക അല്ലെങ്കിൽ കത്തിക്കാറൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള ഓൾഡ് കലണ്ടർ വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു കലണ്ടർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു പേപ്പർ ഇതുപോലെ ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ കലണ്ടറിൽ നിന്ന് ഒരു പേപ്പർ ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു കിടിലൻ ഓർഗനൈസർ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാൻ ആ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ വരുന്ന ഭാഗം നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിത് 2 പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ സർക്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് എത്തുമ്പോൾ ഈ ഒരു ഭാഗത്ത് പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിത് നല്ലപോലെ പശയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പീസും ഇതേ രീതിയിൽ തന്നെ ഒന്ന് സർക്കിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ പീസ് ചെയ്ത പോലെ തന്നെ ഒന്ന് സർക്കിൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജ് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു 2 പീസും ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പീസ് മാത്രം മതി നമുക്കൊരു ഓർഗനൈസർ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പുസ്തകത്തിൻ്റെ ചട്ടയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഇതേപോലെ കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കട്ട് ചെയ്തതിന് ശേഷം തുല്യ സൈസിലുള്ള 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ പീസിൽ നിന്ന് അതേ സൈസിലുള്ള ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 1 വലുതും 4 ചെറുതുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ 5 പീസും ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വലുത് ഈ ഇതിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറിയ 4 പീസും കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഷേപ്പാണ് കിട്ടുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ 4ഉം ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് വരാം. ഞാൻ 4ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു ചട്ട കടലാസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഞാനത് മക്കൾക്ക് വെറുതെ പെൻസിലൊക്കെ ഇട്ടേക്കാനുള്ളൊരു ഹോൾഡറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വലുത് സെൻറ്റർ ഭാഗത്തും ചെറുത് അതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കിയുള്ള 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 4 ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. 2 കൂടി വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ 4 മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓർഗനൈസർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നിലും ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് വെക്കാം. അപ്പം ഞാൻ മോൻ്റെ പേനയും പെൻസിലും അതുപോലെ തന്നെ സ്കെച്ചൊക്കെ ഓരോ ഇതിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒന്നും കാശ് മുടക്കില്ലാതെ നമുക്ക് വീട്ടിലുള്ള ഒരു പാഴ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കിടിലൻ ഓർഗനൈസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത യൂസേജിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിതാ ഒരു പേപ്പർ ഇതേപോലെ അതിൻ്റെ ഹാഫാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെയുള്ളൊരു പീസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു കിഡിലൻ യൂസേജ് തന്നെയുണ്ട്. നമ്മളെല്ലാവരും കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്. ഷെൽഫിലൊക്കെ ചാരി വെക്കുന്ന സമയത്ത് മൊബൈലൊക്കെ താഴെ വീണ് പൊട്ടിപ്പോവാനോ ഡാമേജ് ആവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഒട്ടും ആ ടെൻഷൻ ഇല്ലാതെ നല്ല ഒരു സ്റ്റാൻഡ് നമുക്ക് ഇതുപോലെയുള്ളൊരു പീസ് ഓഫ് പേപ്പർ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആ ഒരു പേപ്പറിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു മടക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിൻ്റെ സെൻറ്ററിലേക്ക് 2 എഡ്ജും ഉണ്ട്. ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതിന് ഒരു എഡ്ജ് ആ സെൻറ്റർ ഭാഗത്തേക്ക് മടക്കിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ എഡ്ജും ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ സൈഡ് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക കേട്ടോ. അതേപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡും സെൻറ്റർ തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇപ്പോൾ ഞാനിതാ 2 തവണ സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇപ്പോൾ നമ്മൾ മടക്കിയെടുത്തതിൻ്റെ സെൻറ്റർ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് എടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ സെൻറ്റർ ഭാഗം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കണം. ഞാൻ ആ മടക്കിയിട്ടുള്ള ഭാഗം 2 സൈഡിലേക്കും ഇതേപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിവർത്തുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സെൻറ്റർ ഭാഗം, ഇവിടെ നന്നായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഗ്ലൂ ഇവിടെ നിന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വശം നല്ല പോലെ തന്നെ നമുക്ക് ഒട്ടി കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിലാണ് കിട്ടുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് ഇതേപോലെ സെൻറ്റർ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡും ഞാൻ ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഭാഗത്തേക്കായിട്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2ൻ്റെ സെൻറ്റർ നമ്മൾ വീണ്ടും മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കിയിട്ടുള്ള ഒരു ഭാഗം ഒന്നിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു പീസ് ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടോ ഇത്. ഞാനിത് റെഡിയാക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഫോണൊക്കെ ഇതിൽ നിൽക്കുമോ എന്നുള്ളത്. പക്ഷേ ഇതാ കണ്ടില്ലേ, ഫോണൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. നമുക്ക് എത്ര ലെങ്ത്തുള്ള വീഡിയോസ് വേണമെങ്കിലും സേഫായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഫോൺ വേറെ ഒന്നും അതിന് വെച്ച് കൊടുത്തിട്ടില്ല. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിനാണ് ഞാൻ ഇത് തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വേറൊരു സപ്പോർട്ടർ ഒന്നും കൊടുത്തിട്ടില്ല. അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടു നടന്നാൽ ഒത്തിരി നാൾ നമുക്ക് നല്ലൊരു ഫോൺ സ്റ്റാൻഡായിട്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൺ വെച്ചിട്ട് വാച്ച് ചെയ്യാനും സാധിക്കും. ഇത് നമുക്കൊന്ന് നീക്കാനോ ഇഷ്ടാനുസരണം നമുക്ക് നീക്കാനൊക്കെ പറ്റും. ഫോണൊന്നും താഴെ വീഴുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇനി നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ പഴയ കലണ്ടറൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയാതെയോ കത്തിക്കാതെയൊക്കെ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊക്കെ വീടുകളിൽ ഒത്തിരി പച്ചക്കറികൾ അതല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ ഈർപ്പം വന്നിട്ട് 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അത് ചീഞ്ഞു പോവാറുണ്ട്. പെട്ടെന്നൊന്നും പച്ചക്കറിയോ ഫ്രൂട്ട്സൊന്നും ചീഞ്ഞു പോവാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ഐഡിയ തന്നെയാണ് ഇന്നത്തെ അവസാനത്തേത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു കലണ്ടറിൻ്റെ പീസാണ്. എന്നിട്ട് ഞാനത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെൻറ്റർ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും അതിൻ്റെ സെൻറ്റർ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കണ്ടോ, ആ ഒരു പീസ് ആദ്യം സെൻറ്റർ ഒന്ന് മടക്കി വീണ്ടും അതിൻ്റെ സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കിയെടുത്തിട്ടുള്ളത്. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ 4 പീസാണ് കേട്ടോ കിട്ടുക. ഒരു പീസിൻ്റെ ഉൾഭാഗത്ത് ഞാൻ ഇതേപോലെ കൈ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് എടുക്കുന്നുണ്ട്. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ അതാ സെൻറ്റർ പോർഷൻ എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്റർ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ഭാഗം റെഡിയാക്കി എടുത്ത പോലെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ഞാനിതാ അങ്ങോട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം. പിന്നീട് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതും നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടി. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഭാഗവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡുകളൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ ഓരോ ഭാഗവും ഈ ഒരു സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഭാഗം പ്രസ് ചെയ്തതിന് ശേഷം 2 പീസ് ഞാൻ ഇതേപോലെ ഇങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതൊന്ന് ഇതേപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ 2 സൈഡും സെൻറ്ററിലേക്ക് ഒന്ന് കറക്റ്റ് പിടിച്ചതിന് ശേഷം സൈഡുകളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെൻറ്റർ കറക്റ്റായി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ സൈഡ് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ ഈ മടക്കുന്ന ഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ഞാൻ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ നേരെ ഓപ്പോസിറ്റ് സൈഡും സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു ഭാഗം മുകളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് വശവും ഞാൻ ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം പിടിച്ചിട്ട് നമ്മൾ മെല്ലെ ഒന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോക്സ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ബോക്സ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് അഴിഞ്ഞു പോരുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. പക്ഷെ ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രണ്ട് വശം ഒന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഓരോ സൈഡിലും, അതായത് ആ ഒരു മടക്ക് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പിന്നൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വെറുതെ കളയുന്ന കലണ്ടറിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു കിഡിലൻ ബോക്സ് തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ മക്കൾ അവിടെ ഇവിടെയൊക്കെ അലസമായിട്ട് ഇടുന്നത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും. മാത്രമല്ല നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാറുണ്ട് അതെല്ലാം തിരഞ്ഞ്. പക്ഷേ ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തിരഞ്ഞിട്ട് സമയമൊന്നും നമുക്ക് വേസ്റ്റായിട്ട് പോവുകയില്ല, സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സാധാരണയായിട്ട് വെജിറ്റബിളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ ഈർപ്പം വന്നിട്ട് ചീഞ്ഞ് പോവാറുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള ബോക്സുകളിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഈർപ്പമൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പേപ്പർ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. കുറച്ച് നാൾ നമുക്ക് പച്ചക്കറികൾ കേടുകൂടാതെ കീപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.